36,820 കർഷകരെ പ്രളയം ബാധിച്ചെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 100 കോടിക്കടുത്ത് നഷ്ടമുണ്ടായി. ഞായറാഴ്ച കുട്ടനാട് സന്ദർശിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെയും ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ 14 ജില്ലകളിലും കൃഷിവകുപ്പ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ഇതിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 36,829 കർഷകരെ ബാധിച്ചു. 3,264 ഹെക്ടർ കൃഷിഭൂമി ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. 100 കോടിയുടെ 99.29 കോടിയാണ് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്ക്. 99.29 കോടി രൂപയുടെ കാർഷിക നഷ്ടമാണ് ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാന് ഇന്നലെ ഞാൻ ഔദ്യോഗികമായി കേരളത്തിലെ കൃഷിനാശം സംബന്ധിച്ച് അദ്ദേഹത്തിന് കത്തെഴുതിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള 110 കോടിയുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. ഓണത്തിന് പച്ചക്കറി വില വർദ്ധിക്കാതിരിക്കാൻ 2000 ഓണച്ചന്തകൾ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. 20 കോടി ഇതിനായി മാറ്റിവെക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികളുടെ വില വർദ്ധിക്കാതിരിക്കാൻ 2000 ചന്തകൾക്ക് നേതൃത്വം കൊടുക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചു. ഹോർട്ടികോർപ്പും VFPCKയും വഴിയായി 2000 ഓണച്ചന്തകൾ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുവേണ്ടി മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി 20 കോടി രൂപ നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.